എല്ലാവർക്കും നമസ്കാരം. വിജയസൂക്തം ചാനലിലേക്ക് സുസ്വാഗതം. മക്കളെ, എക്സാം അടുത്തു അല്ലേ? ഒന്നും ഭയക്കേണ്ട. 100-ൽ 100 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചില ടിപ്സുമായാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ഓക്കെ, ആദ്യമായി ഈ ചാനൽ ഇഷ്ടപ്പെട്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇഷ്ടക്കേടുകളുണ്ടെങ്കിൽ അതും നമുക്ക് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനൊരു അവസരമാണല്ലോ. അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ്. ഈ വർഷം നമ്മുടെ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠഭാഗം എല്ലാ പാഠങ്ങളും പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ചും യുദ്ധത്തിൻ്റെ പരിണാമം. അത് കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനത്തിൽ നിന്നെടുത്ത യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠഭാഗത്തിലേതാണ് പ്രതിപാദ്യം എന്ന് കൊടുത്തിട്ട് വേണം ഉത്തരം എഴുതാൻ. കാരണം പേപ്പർ വാല്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ 3 മാർക്ക് ഉള്ളതിൽ 1 മാർക്ക് ആമുഖം, അതായത് ഇൻട്രൊഡക്ഷൻ ഉള്ളതാണ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതാതെ എഴുതി വെറുതെ ആ മാർക്ക് കളയണോ? വേണ്ട. അപ്പോൾ അതിന് വേണ്ട കാര്യം ആമുഖം എഴുതുക. ഞാൻ ഒന്നുകൂടി പറയാം. കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനത്തിൽ നിന്നെടുത്ത യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠഭാഗത്തിലേതാണ് പ്രതിപാദ്യം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് എഴുതാവുന്നതാണ്. ഇനി കുറച്ചുകൂടി വിശദമായി പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഈ ആമുഖം അമിതമായി കഴിഞ്ഞാൽ ബാക്കി ചോദ്യോത്തരങ്ങൾ എഴുതാനുള്ള സമയം നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമ്മളെല്ലാം എഴുതി ഒന്ന് വായിച്ച് നോക്കി കഴിയാറാവുമ്പോഴേക്കുമാണ് സ്റ്റോപ്പ് റൈറ്റിംഗ് അല്ലെങ്കിൽ ടൈമായി എന്ന് അവിടെ നിന്ന് അറിയിപ്പ് നമുക്ക് കിട്ടാവുള്ളൂ. അത് വേണം, അങ്ങനെ വേണം നമ്മൾ പരീക്ഷയിലേക്ക് സമീപനം നടത്താൻ. അപ്പം അമിതമായി വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ ഒത്തിരി എക്സ്പ്ലനേഷൻസും ഒത്തിരി എഴുതാൻ പോയി കഴിഞ്ഞാലുള്ള കുഴപ്പം, ബാക്കി ചോദ്യോത്തരങ്ങൾക്ക് നിങ്ങൾക്ക് എഴുതാനുള്ള സമയം ഉണ്ടാകത്തില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ പരീക്ഷ എഴുതാൻ തുടങ്ങുമ്പോൾ ചോദ്യോത്തരങ്ങൾ മലയാള ക്വസ്റ്റ്യൻ എല്ലാം നമുക്ക് എല്ലാം തന്നെ മലയാളത്തിൻ്റെ കോഡ് 012 ആണ്. അപ്പോൾ നമ്മൾ എല്ലാ ചോദ്യങ്ങളും ചോദ്യപേപ്പറുകളും എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻ തന്നെയാണ് CBSE മലയാളത്തിന് കൊടുക്കുന്നത്. അപ്പോൾ ആ ചോദ്യോത്തരങ്ങൾ നമ്മൾ എഴുതേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അറിയാൻ പാടില്ല എങ്കിൽ അത് ആലോചിച്ചിരിക്കരുത്. അങ്ങനെ ആലോചിച്ചിരുന്നാൽ അറിയാവുന്നത് എഴുതാനുള്ള സമയം നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ യുദ്ധത്തിൻ്റെ പരിണാമത്തെ സംബന്ധിച്ചുള്ള ആമുഖം എന്താണെന്ന് നമ്മൾ ഇന്ന് പഠിച്ചു അല്ലേ? അതിനുശേഷം സമുദ്രം ഒരു ചോദ്യമാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണം ഞാൻ പറയാണ്. സമുദ്രം താണ്ടി സമ്പാദ്യം കൊണ്ടുവന്ന കച്ചവടക്കാർ കൈത്തോട്ടിൽ വെച്ച് മുങ്ങിപ്പോയി അല്ലേ? അപ്പോൾ അത്തരം ചോദ്യങ്ങൾ, സന്ദർഭവും ആശയവും വിശദീകരിക്കുക. അത്തരം ചോദ്യോത്തരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? അതായത് മഹാഭാരത യുദ്ധമാകുന്ന മഹാസമുദ്രത്തെ വിജയിച്ചവർക്ക് ദ്രൗണി എന്ന ഒരാളിലൂടെ എല്ലാവരുടെയും പതനമാണ് അവിടെ നടന്നത്. ഇതിനെപ്പറ്റി വിശദീകരിക്കുന്ന വീഡിയോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പങ്കുവയ്ക്കാം. എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് ഏറ്റവും ഷോർട്ടായിട്ട് ആമുഖം മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ, മറന്നു പോവരുത്. ഓക്കെ, താങ്ക് യു.